നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം. അങ്ങനെ 72-ാം ദിവസം അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ്. മൃതദേഹ ഭാഗങ്ങളോട് കൂടിയ ലോറിയുടെ മുൻ ക്യാബിനാണ് ഇപ്പോൾ ഗംഗാവലിപ്പുഴയിൽ നിന്നും ദൗത്യ സംഘം ഉയർത്തി കരയിലേക്ക് എടുത്തിരിക്കുന്നത്. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിലാണ് ലോറിയുടെ മുൻഭാഗം കണ്ടെത്തുകയും അർജുൻ്റെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ അതിനുള്ളിൽ നിന്ന് ലഭിച്ചതുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കേരളം ഏറെ പ്രാർത്ഥനയോടെ കാത്തിരുന്നതാണ് അർജുൻ്റെ തിരിച്ചുവരവിനായി. എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥന വിഫലമാക്കിക്കൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CP2 എന്ന് മാർക്ക് ചെയ്തിരുന്ന ഭാഗത്ത് നിന്നാണ് അർജുൻ്റെ ലോറിയുടെ മുൻ ക്യാബിനും മറ്റു ഭാഗങ്ങളും ലഭിച്ചിരിക്കുന്നത്. ലോറി ഉടമയായ മനാഫ് അത് തൻ്റെ ലോറിയുടെ ഭാഗങ്ങൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്നും അർജുൻ്റെ മൃതശരീരത്തിൻ്റെ ഭാഗങ്ങൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ സഹായത്തോടെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് അധികാരികൾ ക്രെയിനിലേക്ക് ഈ ലോറിയുടെ ഭാഗങ്ങൾ മാറ്റുകയും എത്രയും വേഗം കരയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിനുമായുള്ള ശ്രമത്തിലാണ് ഇപ്പോഴുള്ളത്. 2.5 മാസം നീണ്ടുനിന്ന ദൗത്യമാണ് ഇപ്പോൾ അർജുൻ സഞ്ചരിച്ച ലോറി കണ്ടെടുക്കുന്നതിന് വഴിയൊരുക്കിയത്. മൃതശരീരത്തിൻ്റെ ഭാഗങ്ങളും കണ്ടെടുക്കാൻ സഹായിച്ചത് ഈ ഒരു ദൗത്യമാണ്. ഇതിൽ ഈശ്വർ മാൽപേ അടങ്ങുന്ന സംഘം, മുങ്ങൽ വിദഗ്ധരുടെ സംഘം മാസങ്ങളോളം തിരച്ചിൽ നടത്തിയെങ്കിലും ഇടയ്ക്ക് ഗംഗാവലിപ്പുഴയുടെ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ച രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഈ ഒരു തിരച്ചിൽ നിർത്തിവെക്കേണ്ടതായി വന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈശ്വർ മാൽപേ ഒരു പിണങ്ങിപ്പോക്കൊക്കെ നടത്തിയ വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്തായാലും മലയാളക്കരയാകെ ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അർജുൻ്റെ തിരിച്ചുവരവിനായി. എന്തായാലും അർജുൻ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും യാത്ര തിരിച്ച അർജുൻ തടി ലോറിയുടെ ഡ്രൈവറായിരുന്നു. മനാഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറിയായിരുന്നു. ഈ തിരച്ചിൽ നടക്കുമ്പോഴെല്ലാം മനാഫ് എന്ന് പറയുന്ന ലോറിയുടെ ഉടമ ഷിരൂരിലെ ദുരന്തമുഖത്ത് ഉണ്ടായിരുന്നു. നേരത്തെ അർജുൻ്റെ അമ്മ പറഞ്ഞിരുന്നു, അർജുൻ ഏത് രീതിയിൽ തിരികെ വന്നാലും അതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് തങ്ങൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് അർജുൻ്റെ കുടുംബം പങ്കുവെച്ചതാണ്. കേരളക്കരയാകെ സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെപ്പോലെ കണ്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു അർജുൻ എന്ന സഹോദരൻ്റെ തിരിച്ചുവരവിനായി. എന്നാൽ അത് വളരെ ദുഃഖകരമായ രീതിയിലുള്ളൊരു തിരിച്ചുവരവായിപ്പോയി എന്നത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്.